എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു മീൻകറി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഈ മീൻകറി വെച്ചിരിക്കുന്നത് തേങ്ങ ഒന്നും അരയ്ക്കാതെ നമ്മൾ സാധാരണ മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന പോലെ പുളിമുളകുമാണ് വെച്ചിരിക്കുന്നത്. മീൻകറി വയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെങ്കലവ എന്ന് പറയുന്ന മീനാണ്. അത് മഞ്ഞക്കോര എന്നൊക്കെ അറിയപ്പെടും. അപ്പോൾ ഓരോ നാട്ടിലെ എന്ത് പേരാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ മീനിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മീൻ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാണിത് ഇങ്ങനെ പുളിമുളകും വെക്കുന്നത്. അതേപോലെ തന്നെ വറുക്കുന്നത് നല്ലതാണ്. ചൂടോടൊക്കെ വറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. അപ്പോൾ ഇതാണ് ചെങ്കലവ എന്ന് പറയുന്ന മീൻ. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്തോ പേരെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മീഡിയം സൈസിലുള്ളൊരു 8 മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് 3 വറുക്കാൻ എടുത്തിട്ടുണ്ട്. ബാക്കിയാണ് കറി വയ്ക്കാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ മീനെല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. മീൻകറി വയ്ക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 15ഓളം ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ കറി വയ്ക്കുമ്പോൾ നമ്മൾ സവാള ചേർക്കേണ്ട. സവാള ചേർക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ചുവന്നുള്ളി ചേർക്കുമ്പം തന്നെയാണ്. ചുമന്നുള്ളി നമുക്ക് നല്ലതുപോലെ ഒന്ന് വാടി കിട്ടിയാൽ മതി. ഒരുപാടങ്ങ് മുരിഞ്ഞു പോകണ്ട. അപ്പോൾ ഈ ഉള്ളി നല്ലതുപോലെ വാടിയതിന് ശേഷം അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഉള്ളിയുടെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി നിങ്ങൾക്ക് പെട്ടെന്ന് വാടി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പ് പിന്നെ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ പച്ചമണം മാറാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലിയല്ല, നമ്മുടെ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയും നമ്മുടെ സാധാ മുളകും കൂടെ മിക്സ് ചെയ്താണ് പൊടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. മല്ലിപ്പൊടി നമ്മൾ ആ സ്പൂൺ നിറയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ഇതൊന്ന് തണുക്കാനായിട്ട് വെച്ചിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മളിത് കറിയിൽ ചേർക്കുന്നത്. ചുവന്നുള്ളി നല്ലതുപോലെ തണുത്തതിന് ശേഷമേ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാവുള്ളൂ. ഇനി നമുക്ക് മൺചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയും പച്ചമുളകുമാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കൊത്തിപ്പൊടിച്ചതും 2 പച്ചമുളക് ചെറുതായിട്ട് കീറിയതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ഉലുവാപ്പൊടിയാണ് മീൻകറിക്ക് ചേർക്കുന്നതെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ വാട്ടിയ സമയത്തില്ലേ, അന്നേരം ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ചുവന്നുള്ളി നല്ല ഫൈനായിട്ട് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആ മിക്സിയുടെ ജാറ് കഴിയിട്ട് കുറച്ചും കൂടെ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വടക്കംപുളിയാണ്. അപ്പോൾ ഞാനൊരു 4 കഷ്ണം വടക്കംപുളി ചെറുതായിട്ട് കീറിയിട്ട് ഇച്ചിരി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നമുക്ക് ഈ മീൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടുന്നത് മെയിനായിട്ടുള്ള സാധനമാണ് ഉപ്പ്. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഈ കറി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഉപ്പിൻ്റെയൊക്കെ ടേസ്റ്റ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം നിങ്ങളുടെ രുചിക്ക് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് മീനെല്ലാം ഇതിനകത്ത് ഇട്ടതിന് ശേഷം ജസ്റ്റ് ആ സ്പൂൺ കൊണ്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ തവിയുടെ ഇളക്കത്തിൽ ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കത്തതേ ഉള്ളൂ. ആ മീൻകറി നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്കതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം.
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ടിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിരിക്കാം. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.